ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആമ്പലും താമരയും വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ അവർ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മൾ കുറച്ച് നാൾ നട്ട് കഴിയുമ്പോഴത്തേക്ക് വെള്ളം അത്രയും പച്ച പായൽ പിടിക്കുക എന്നുള്ളതല്ലേ. അത് ഒട്ടുമിക്കവരും നേരിടുന്നൊരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സൺലൈറ്റിൽ വയ്ക്കുമ്പോഴത്തേക്ക് സൺലൈറ്റ് വെച്ചിട്ട് വെള്ളം പച്ച പിടിക്കുന്നത് സ്വാഭാവികം, അതുണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ വരാതെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ആമ്പൽ ഫസ്റ്റ് ടൈം നിങ്ങൾ നടുന്ന സമയത്ത് ഈ വെള്ളം 2-3 ദിവസത്തേക്ക് ഓവർഫ്ലോ ചെയ്യിപ്പിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർഫ്ലോ ചെയ്യിപ്പിക്കുക. ഓവർഫ്ലോ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം വെള്ളം ഈ തുടക്ക സമയത്ത് വെള്ളം ഈ പച്ച കളറിൽ പായൽ പത പോലെ വരത്തില്ല. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഓവർഫ്ലോ ചെയ്യുക. നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെ പത പോലെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർഫ്ലോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നീക്കി അതിനെ ഓവർഫ്ലോ ചെയ്ത് കളയുക, ആ മേളിൽ വരുന്ന പായലിനെയൊക്കെ. അപ്പോൾ അതങ്ങ് എന്താ ചെയ്യുക, അപ്പം നമുക്ക് തുടക്ക സമയത്ത് ഒഴിവാക്കാം. പിന്നീടുള്ളൊരു വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇടുന്ന ഒരുതരം അക്വാട്ടിക് പ്ലാന്റ് ഉണ്ട്. ആ അക്വാട്ടിക് പ്ലാന്റ് നമ്മൾ ഇതിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിനകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് ഈ പായൽ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചങ്കളെ, ഇത് നോക്ക്. ഇത് ഞാനൊരു ആമ്പൽ നട്ടിരിക്കുന്നതാണ്. ഇതിലെ ആമ്പലിൽ ഞാൻ മറ്റേ ഈ പറഞ്ഞൊരു അക്വാട്ടിക് പ്ലാന്റ് നട്ടിരിക്കുന്നുണ്ടോ? ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഫോക്സ് പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതുപോലത്തുള്ള അക്വാട്ടിക് പ്ലാന്റ്, ഈ ഒരു അക്വാട്ടിക് പ്ലാന്റ് ഇങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ വള്ളി പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇത് മൊത്തമാവും. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പക്ഷെ ഞാനിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇന്നേ വരെ ഈ വെള്ളം പച്ച കളറായിട്ട് മാറിയിട്ടില്ല. പായലിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് കുറച്ച് വളർത്തുക. പിന്നെ ഇത് ഒരുപാട് വളർന്ന് വരാനും ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെയൊക്കെ ഇതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത് ഒരുപാട് വളർന്നിട്ടുണ്ട്, കണ്ടല്ലോ ഇതിലൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് വളരാതെ നോക്കുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഒരുപാട് അത് വളർത്താൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അത് ഒരുപാട് വളരാൻ സമ്മതിക്കരുത് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് ഒരുപാട് വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ആമ്പലെല്ലാം മെയിനായിട്ട് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് വളർന്നു വരാനും പിന്നെ അടിയിൽ നിന്ന് തൈ കുറച്ച് പൊട്ടി വരാനായി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രശ്നമൊന്നുമില്ല, എന്നാൽ അത് തിങ്ങി നെരുങ്ങിയിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് വളർന്നു വരുന്ന സമയത്ത് അതിന് കുറച്ചൊക്കെ പറിച്ച് മാറ്റി കളയാമെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആമ്പൽ കുളത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ ആമ്പൽ പിന്നെ ഇതുപോലത്തെ ആമ്പൽ പോട്ടുകളില്ലേ, ഇങ്ങനെയുള്ള ആമ്പൽ പോട്ടുകളിൽ ഒരിക്കലും പച്ച കളർ പിടിക്കത്തില്ല, എന്ന് പറഞ്ഞാൽ പച്ചപ്പായൽ പിടിക്കത്തില്ല. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.